എന്റെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളോടാണ്. ഈ 2025-ലും നമ്മുടെ ഫീൽഡിൽ എയുടെ സാധ്യതകൾ എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണണം. DeepSeek R1 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയെ മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിന് വരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു DeepSeekന്റെ വരവ്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ നമ്മുടെ ഫീൽഡിൽ DeepSeekനെ എങ്ങനെ ഉപയോഗിക്കാമെന്നായിരുന്നു എന്റെ അന്വേഷണം. DeepSeekന്റെ ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്തു പറയാനുള്ളത് മറ്റു പ്ലാറ്റ്ഫോമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മലയാളം ലാംഗ്വേജ് വളരെ നാച്ചുറലാണ്. അപ്പോൾ പ്രോംപ്റ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് അറിയേണ്ടേ എന്ന ചോദ്യം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഫോട്ടോഗ്രാഫിയിൽ ക്രിയേറ്റീവ് പാർട്ടിലും ടെക്നിക്കൽ പാർട്ടിലും ബിസിനസ് പാർട്ടിലും നമുക്ക് DeepSeek AI ഉപയോഗപ്പെടുത്താം. ഫോർ ക്രിയേറ്റീവ് ഐഡിയാസ് DeepSeek AI ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയ ഷൂട്ടിംഗ് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് 5 ക്രിയേറ്റീവ് ഐഡിയകൾ സജസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഉത്തരം നൽകും. ദെൻ ടെക്നിക്കൽ സപ്പോർട്ട്, ക്യാമറ സെറ്റിംഗ്സുകൾ ചോദിക്കാം. ഉദാഹരണത്തിന് എക്സ്പോഷർ ട്രയാങ്കിൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലളിതമായി വിശദീകരിക്കും. ദെൻ എഡിറ്റിംഗ് ടിപ്സ്, ലൈറ്റ് റൂമിൽ ക്രോപ്പിംഗ് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിശദീകരിച്ചു തരും. ദെൻ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ്, ഞാൻ AI ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് സപ്പോർട്ടിനാണ്. ഒരു വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി പാക്കേജ് പ്രൊമോട്ട് ചെയ്യാൻ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് തയ്യാറാക്കുക എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കൊരു ക്യാപ്ഷൻ തയ്യാറാക്കി തരും. ഫോട്ടോഗ്രാഫി ബിസിനസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരാണെങ്കിൽ മീഡിയ മാസ്റ്ററിയുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും എന്നും ടെക്നോളജിയുടെ കൂടെ പഠിച്ച് അപ്ഡേറ്റ് ആയിരിക്കട്ടെ. താങ്ക് യു. സി യു അഗൈൻ.